ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കർശന സുരക്ഷ. വാഹന ഗതാഗതത്തിന് നിയന്ത്രണം. നഗരത്തിൽ സുരക്ഷാ സേന ട്രയൽ റൺ നടത്തി. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയും കോൺഗ്രസും കാഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് യുവമോർച്ച ഡീലെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യുവമോർച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ OJ ജനീഷിനെ അനുമോദിക്കുന്ന ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്നും ആരോപണം. കൊല്ലൂരിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ പൈപ്പ് പൊട്ടി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. ദുരിതത്തിലായി കാൽനടയാത്രക്കാർ. വാർത്തകൾ വിശദമായി. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലെത്തും. വൈകിട്ട് 4-ന് സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ജില്ലാ ജനറൽ ആശുപത്രി പരിസരം മുതൽ നടുവിലാൽ വരെ 900 മീറ്ററാണ് റോഡ് ഷോ നടത്തുക. ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് റോഡ് മാർഗം നഗരത്തിലെത്തും. തൃശൂരിൽ പൊതുസമ്മേളനമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും ഞായറാഴ്ച വൈകുന്നേരം വരെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ നഗരത്തിലേക്ക് വരുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നഗരത്തിൽ ട്രയൽ റൺ നടന്നു. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF പുറത്തിറക്കിയ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വികസനരേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയും കോൺഗ്രസും കാഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, PK സന്തോഷ്, മുസ്താഖ് അലി, CC വിപിൻ ചന്ദ്രൻ, KV വസന്തകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ OJ ജനീഷിനെ SNDP യോഗം മാള യൂണിയൻ യൂത്ത് മൂവ്മെന്റ് അനുമോദിച്ചതിനെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യുവമോർച്ച. യൂത്ത് മൂവ്മെന്റിന്റെ പേരിൽ നടത്തിയ അനുമോദനത്തെ DYFI മുൻ നേതാവ് വൈശാഖൻ ഉൾപ്പെടെയുള്ളവർ സമൂഹമാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് യുവമോർച്ച ഡീൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്ന് യുവമോർച്ച സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുപ്രസാദ് പറഞ്ഞു. യുവമോർച്ചയുടെ ഭാരവാഹിത്വം ഇല്ലാത്ത അവസരത്തിൽ SNDP യൂത്ത് മൂവ്മെന്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് അനുമോദനത്തിൽ പങ്കെടുത്തത്. ആ സ്ഥാനം തുടരുന്നതിനിടയിലാണ് പിന്നീട് യുവമോർച്ച ഭാരവാഹിയാകുന്നതെന്നും വിഷ്ണുപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KM ലാൽ, CS അനുമോദ് എന്നിവരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ തെരഞ്ഞെടുപ്പ് ഡീൽ ഉണ്ടെന്ന് LDF. NDAയുടെ സീറ്റ് 2020 നൽകിയത് രഹസ്യധാരണയുടെ ബലമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് പറഞ്ഞു. മാള പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലൂരിൽ കാൽനടയാത്രക്കാരെ ദുരിതത്തിലാക്കി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലെ മലിനജലം ഒഴുകിപ്പോകുന്ന പൈപ്പ് പൊട്ടിയാണ് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കും മലിനജലം ഒഴുകിയെത്തി. പരാതി കൊടുത്തിട്ടും കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു.
15ഓളം സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. മലിനജലം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് കോർപ്പറേഷൻ ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും തിരൂരിൽ നടന്നു. പൊതുസമ്മേളനം മുൻ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കും. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ മറ്റു മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 3 പതിറ്റാണ്ട് കൺവീനറാണ് ഈ സ്വാഗത സംഘത്തിന്റെ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരുണ്ട്, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുണ്ട്, ജില്ലാ സെക്രട്ടറി പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങിന് ശേഷം ഇവിടെ കലാസന്ധ്യ ഈ ചടങ്ങ് അവതരിപ്പിക്കാൻ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള സി കേരളം ടീമിനെയും മറ്റ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ പ്രവീൺ മോഹൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെയും വിവിധ ജില്ലകളിൽ നിന്ന് ഇന്ന് അതിരാവിലെ മുതൽ വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ സംഘടിപ്പിച്ച്, ആഘോഷങ്ങളെ സംഘടിപ്പിച്ച്, കലാരൂപങ്ങളെ സംഘടിപ്പിച്ച്, ഹോട്ടലുകൾ പോലും ലഭ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഈ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന 14 ജില്ലകളിലെയും ഓപ്പറേറ്റർമാർ, അവരെ നയിച്ച നേതാക്കന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ഘട്ടത്തിൽ നമ്മുടെ വാസ്തവത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ നിർണായക നിയാമക ശക്തിയായി നിൽക്കുമ്പോൾ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട മോഡേൺ ഡിവൈസുകളെല്ലാം പരിശോധിക്കുമ്പോൾ ആ മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന അതിൻ്റെ ആനുഷാംഗികമായി ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സംഘടിത രൂപത്തിലൂടെ അതിന് പ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന്. കുന്നംകുളം നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പര്യടനം തുടരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. KB ബബിത അധ്യക്ഷയായി. LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, EA ദിനമണി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. വലപ്പാട് പോലീസും സായുധ സേനാ വിഭാഗവും സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. ചെറുക്കര സ്കൂൾ മുതൽ AKG ഉന്നതി റോഡ് വരെയും തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നട മുതൽ ബസ് സ്റ്റാൻഡ് വരെയുമാണ് മാർച്ച് നടന്നത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, SI മാരായ എബിൻ, VA നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. LDF കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, PM അഹമ്മദ്, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center,
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. മണലൂരിലെ NDA സ്ഥാനാർത്ഥി കെ അനീഷ് കുമാർ തൈക്കാട് മേഖലയിൽ 2ാം ഘട്ട പര്യടനം നടത്തി. ബ്രഹ്മകുളം ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പര്യടനം വിളക്കാട്ടുപാടത്ത് സമാപിച്ചു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, നേതാക്കളായ സബീഷ് മരുതയൂർ, സുജിത് പണ്ടാരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി PN വൈശാഖ തെക്കുംകര മേഖലയിൽ പര്യടനം നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, NR സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ് കൊടകര പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം നടത്തി. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുംഭാരത്തെരുവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടന പരിപാടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AB ജോർജ്, UDF കൺവീനർ OS ചന്ദ്രൻ, KPCC സെക്രട്ടറി ഷോൺ പെല്ലിശ്ശേരി, മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, INTUC ജില്ലാ സെക്രട്ടറി ഷൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാലക്കുടിയിൽ മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന പൊതുസമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂസി സുനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷിഫ സന്തോഷ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീപക്ഷ വികസനത്തിന് UDF സർക്കാർ എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ പ്രചരണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, നബീസ നാസറലി, ഓമന വേണുഗോപാൽ, ലിൻഡി ഷിജു, ഷൈല, സാബു, സിന്ധു സുബ്രഹ്മണ്യൻ, സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ആശുപത്രി നിർമ്മാണ സ്ഥലത്ത് കവർച്ച. 2 ലക്ഷത്തിലധികം രൂപയുടെ ഇലക്ട്രിക്കൽ വയറുകൾ മോഷ്ടിച്ചു. സ്റ്റോർ റൂമിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. സൂപ്പർവൈസർ സച്ചിൻ ലാൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പട്ടിക്കാട് ചുവന്ന മണ്ണിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. ചുവന്നമണ്ണ് സ്വദേശി മാടപ്പുറം വീട്ടിൽ ചന്ദ്രനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയായ വാവലക്കാട്ട് ഗോപാലൻ എന്നയാൾക്കായി പോലീസ് അന്വേഷണം നടത്തും. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 19 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മലയാറ്റൂർ സെബിയൂർ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സനുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2020 മെയ് മുതൽ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പുതുക്കാട് പോലീസ് എടുത്ത കേസിലാണ് നടപടി. പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. അതിരപ്പള്ളിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ മലപ്പുറം പാണ്ടിക്കാട് നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ഒരിപ്പാടം സ്വദേശി കുന്നുമേൽ വീട്ടിൽ നൌഷാദ്, വാളാനി സ്വദേശി ഒടുമിലാശ്ശേരി വീട്ടിൽ മുഹമ്മദ് അൻഷിഫ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 21-നാണ് സ്വകാര്യ റിസോർട്ടിൽ നിന്നും പ്രതികൾ ബൈക്ക് മോഷ്ടിച്ച് കടന്നുകളഞ്ഞത്. അരിമ്പൂർ പഞ്ചായത്തിലെ വിളക്കുമാടം കോൾപ്പാട് ശേഖര ബണ്ടുകളിലെ തെങ്ങുകളിൽ നിന്ന് കള്ളും കരുക്കുകളും മോഷ്ടിക്കുന്നത് പതിവായി. പുള്ള് പാലത്തിനോട് ചേർന്ന് കോൾപ്പടവ് കമ്മിറ്റി വളർത്തിയ തെങ്ങുകളിൽ നിന്നാണ് മോഷണം നടക്കുന്നത്. ആളൊഴിഞ്ഞ കോൾബണ്ടായതിനാൽ പകലും രാത്രിയുമെന്ന വ്യത്യാസമില്ലാതെ കള്ളുമോഷണം വ്യാപകമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. മോഷണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പടവ് കമ്മിറ്റി സെക്രട്ടറി TP ഷിജു, തൊഴിലാളികളായ വാഴപ്പുള്ളി ശ്രീനിവാസൻ, രജീഷ് മാമ്പുള്ളി, ഉണ്ണികൃഷ്ണൻ ചെത്തിക്കാട്ടിൽ എന്നിവർ ആവശ്യപ്പെട്ടു.
അപ്പോൾ 170 രൂപ കൊടുത്തൊരു മാറ്റം മേടിച്ച് കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം തല്ലുടയ്ക്കുക ബണ്ടുമ കുറച്ച് സമൂഹദ്രോഹികൾ. അത് ചോദ്യം ചെയ്യാനായ അവർ മെക്കിട്ട് കയറാൻ വരിക, അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ. അതും പകൽ പോലും കള്ളെടുത്തുകൊണ്ട് പോകാൻ അത് എടുത്തുകൊണ്ട് പോയിക്കോട്ടെ, മാട്ടം ഇങ്ങനത്തെ ഈ കുടം തെങ്ങും വിട്ട് പോകണമെങ്കിൽ ഒരു ഭാരമായി. ഇതിപ്പോൾ കള്ള് വെച്ച് വീണ് ചിലപ്പോൾ തെങ്ങുകൾക്കും ബാധിക്കാം. ഇപ്പോൾ വെള്ളം കൊണ്ടൊഴിക്കും, അതിന് കൂടാതെ മരുന്ന് കൊണ്ടൊഴിക്കലും തെങ്ങിനെ സംരക്ഷിച്ച് നിർത്തണം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇതും കഴിയും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളാണ്. തെങ്ങിൻ്റെ മട്ട വരെ അഴിച്ചു കൊണ്ടുപോയാലും അവർ വന്ന് കയറുക. അത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഇതാണ്. ഈ പണി വരെ വേണ്ടാന്നൊക്കെയാണ് തോന്നി തുടങ്ങി, അത്രയ്ക്കും വിഷമമായി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ലോക നാടക ദിനത്തിൽ നാടക കലാകാരൻ പ്രബലൻ വേലൂരിനെ സിപിഐ വേലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സിപിഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പ്രബലനെ പൊന്നാടയണിയിച്ചു. ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ, വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ്, AITUC മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പാലിയം സമരത്തിൽ പങ്കെടുത്ത KA തോമസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം കൂരിപ്പുഴ ശ്രീകുമാറിന് കവി PN ഗോപികൃഷ്ണൻ സമ്മാനിച്ചു. 20,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ കുസുമം ജോസഫ് പ്രശസ്തി പത്രം സമ്മാനിച്ചു. ഫൌണ്ടേഷൻ പ്രസിഡന്റ് CR പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. PK ഡേവിസ്, PK കിട്ടൻ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, സന്തോഷ് മാനവം, കൊച്ചുത്രേസ്യ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടന്നൂരിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ പിടികൂടി. തെക്കേക്കര ചാഴിക്കുളം ജനാർദ്ദനന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. കൃഷിക്ക് വെള്ളം തിരിക്കാൻ എത്തിയ ജനാർദ്ദനനാണ് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കണ്ടത്. ഉടൻ തന്നെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ടിനെ വിവരം അറിയിച്ചു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ പിടികൂടി. കുന്നംകുളം ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്സിന്റെ സിൽവർ ജൂബിലി കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1-ന് YMCAയിൽ ആരംഭിക്കും. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെയും സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 6:30 മുതൽ 8:30 വരെയായിരിക്കും പരിശീലന സമയം. ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൃശൂർ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KV ആനന്ദ, സെക്രട്ടറി JB ജേക്കബ്, ട്രഷറർ CV പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. അമലാനഗർ മേരി റാണി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ ദിനാഘോഷം നടത്തി. അമലാനഗർ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ഫിനോഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ മെറ്റ്സി ടോം അധ്യക്ഷയായിരുന്നു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജെസി റോസ്, PTA പ്രസിഡന്റ് അജോഷ് ജെയിംസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. അവരെ പഠിപ്പിക്കും. KCBC
CBSE മദ്യലഹരി വിരുദ്ധ സമിതി രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് ഹൌസിൽ നടന്നു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അനുഗ്രഹ സന്ദേശം നൽകി. രൂപത ഡയറക്ടർ റവറൻ ഫാദർ ജോഷി കല്ലേലി, രൂപത പ്രസിഡന്റ് KF ബാബു, രൂപത സെക്രട്ടറി മാർട്ടിൻ, ട്രഷറർ ഡെന്നി പള്ളത്താട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ കിഴക്കേനട പ്രധാന റോഡ് മുതൽ സരയൂ തീരം വരെയുള്ള വഴി ടൈൽ വിരിച്ചതിന്റെയും മണ്ഡപം നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, ഉണ്ണി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായിരുന്ന സാജു മാത്യുവിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ VU രാധാകൃഷ്ണൻ അർഹനായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്നതാണ് അവാർഡ്. സാജു മാത്യു സ്മൃതി ദിനമായ ജൂലൈ 25-ന് അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ സിമി മേരി സാജു, AD ആൻഡു, മേജർ PJ സ്റ്റൈജു എന്നിവർ അറിയിച്ചു. അഷിത സ്മാരക പുരസ്കാരം KP മോഹന് സമ്മാനിക്കും. 20,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യ നിരൂപണ ശാഖയ്ക്കും പത്രപ്രവർത്തന രംഗത്തിനും നൽകിയ മികച്ച സംഭാവനകൾക്കാണ് പുരസ്കാരം. ഏപ്രിൽ 4-ന് ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പുരസ്കാരം സമ്മാനിക്കും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,575 രൂപ, പവന് 1,80,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ കർശന സുരക്ഷ. വാഹന ഗതാഗതത്തിന് നിയന്ത്രണം. നഗരത്തിൽ സുരക്ഷാ സേന ട്രയൽ റൺ നടത്തി. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്തുന്ന സംഘപരിവാറിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. BJPയും കോൺഗ്രസും കാഴ്ചയിൽ മാത്രമാണ് രണ്ടെന്നും ഉള്ളുകൊണ്ട് ഇരു പാർട്ടികളും ഒന്നാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് യുവമോർച്ച ഡീലെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യുവമോർച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ OJ ജനീഷിനെ അനുമോദിക്കുന്ന ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്നും ആരോപണം. കൊല്ലൂരിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ പൈപ്പ് പൊട്ടി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. ദുരിതത്തിലായി കാൽനടയാത്രക്കാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.